2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവ് കച്ചവടക്കാരുടെ പുനരധിവാസവും CSML കിയോസ്കുകളുടെ 1ാം ഘട്ട വിതരണത്തിനും തുടക്കമായി. കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവ് കച്ചവടക്കാരുടെ പുനരധിവാസവും CSML കിയോസ്കുകളുടെ 1ാം ഘട്ട വിതരണോദ്ഘാടനവും നടന്നു. ഫോർട്ട് കൊച്ചി വാസ്കോഡഗാമ ചർച്ചിന് സമീപമാണ് പരിപാടി നടന്നത്. പരിപാടി കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കടകൾ നമ്മുടെ കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളതും വളരെ മനോഹരവും, ഇതിങ്ങനെ തന്നെ നിന്നാൽ അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ പറഞ്ഞതുപോലെ ആർക്കും കയറി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്ന് തോന്നുന്ന നിലയിൽ ഭംഗിയായി ഇത് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച CSMLനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ ഈ ഡിവിഷനിൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആവശ്യമായ സഹകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് അഡ്വക്കേറ്റ് PS വിജു വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ നഗരസഭയിൽ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ നമ്മൾ കുറേ നിയമനിർമ്മാണങ്ങൾ നടത്തിയിരുന്നു. അത് നമ്മുടെ വഴിയോര കച്ചവടക്കാരും ശരിക്കും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. വഴിയോര കച്ചവടക്കാരുടെ യൂണിയന് ഇതിനെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. മാധ്യമപ്രവർത്തകരോടും ശ്രീ സേവ്യർ രാജുവൊക്കെ ഇരിക്കുന്നത്, സലീമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളും അത് നാട്ടുകാരെ അറിയിക്കേണ്ടതാണ്. ഞാനിതൊരു പത്രസമ്മേളനം വിളിച്ച് കുറച്ച് കഴിയുമ്പോൾ പറയണമെന്ന് വിചാരിച്ചാണ്. നഗരസഭ ഡെപ്യൂട്ടി മേയർ K. ആൻസിയ, CSML CEO ഷാജി V. നായർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. നമുക്ക് ഇത് തുറന്നു നൽകാൻ ഇന്ന് സാധിക്കുന്നത്, നമുക്കറിയാം, കൗൺസിൽ ഹാളിലും തന്നെ നമ്മൾ ഈ കടകളെ കുറിച്ചും കടകൾ തുറന്നു കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നിരവധി തവണ നമ്മൾ അവിടെ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ മേയറിന്റെ ശ്രദ്ധയപ്പെടുത്തുകയും MLAയുടെ ശ്രദ്ധയപ്പെടുത്തുകയും MP ശ്രദ്ധയപ്പെടുത്തുകയും അങ്ങനെ കളക്ടറിന്റെ ശ്രദ്ധയപ്പെടുത്തുകയും എല്ലാം നമ്മൾ CSMLുമായി ബന്ധപ്പെട്ട് ഉള്ള പണികൾ, നമുക്കറിയാം CSMLുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഇപ്പോഴും ഇനി ചെയ്തു തീർക്കാനുണ്ട്. കുറേ വർക്കുകൾ അവർ ഡെഡ് സ്ലോയെ പോയിന്റ് അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് സമയബന്ധിതമായിട്ട് ഈ കടകൾ നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കാതെ പോയത്. തീർച്ചയായിട്ടും ഇതിപ്പോൾ നല്ലൊരു ദിനം വന്നു, നമുക്കിത് തുറന്നു കൊടുക്കാൻ സാധിച്ചു. ഇതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള കടകൾ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഇതിൽ വേണം നമ്മൾ കടകൾ, ഇനിയുള്ള കടകൾ നിർമ്മിക്കാൻ. അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്കും ആളുകൾക്കും ഇത് കാണുമ്പോൾ ഇവിടെ ഒരു ചിട്ടായിട്ടുള്ള സംവിധാനം ഉണ്ടെന്നും ഇവിടെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളൊരു തോന്നലും അവർക്കൊരു മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു സ്വപ്നവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഏതായാലും ഇന്ന് നഗരാസൂത്രണ കമ്മിറ്റി ചെയർമാൻ J. സനിൽമോൻ അധ്യക്ഷത വഹിച്ചു. NULM കൊച്ചി നഗരസഭ സിറ്റി മിഷൻ മാനേജർ ലിപ്സൺ PP റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വത്സലകുമാരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CH ഷക്കീർ, മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ടീച്ചർ, നികുതി അപ്പീൽകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാലിനി കുറുപ്പ്, വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത്, ടൗൺ വെൻഡിംഗ് കമ്മിറ്റിയുടെ കൗൺസിൽ പ്രതിനിധി PS വിജു, ടൗൺ വെൻഡിംഗ് കമ്മിറ്റിയുടെ കൗൺസിൽ പ്രതിനിധി AR പത്മദാസ്, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി CS സുരേഷ്, വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ AITUC ജില്ലാ സെക്രട്ടറി T. അഷ്റഫ്, TUCI ടൗൺ വെൻഡിംഗ് കമ്മിറ്റി അംഗം രജനി, കൊച്ചി നഗരസഭാ സെക്രട്ടറി PS ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.